നമസ്കാരം സുഹൃത്തുക്കളെ. ഈയിടെ ഞങ്ങളൊരു ഒരു എത്തിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പല കേസിലും പരാതി കൊടുക്കാറുണ്ട്. ഈ കുത്തിയോട്ടം എന്ന് പറയുന്ന വൃത്തികേടിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് നടക്കുന്നത് അത് വാർത്തയായി. എല്ലാ പത്രങ്ങളും ഏകദേശം കൊടുത്തു. മാതൃഭൂമി കൊടുത്തു, ചെറിയ തോതിലാണെങ്കിലും ജനൻ TV കൊടുത്തു, ഈവൻ ജന്മഭൂമി വരെ കുത്തിയോട്ടത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി എന്ന് പറഞ്ഞ ചെറിയൊരു വാർത്ത കൊടുത്തു. അതിനുശേഷം ഒരു 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ തൊടുപുഴയിൽ ഒരു സംഭവം ഉണ്ട്. ഒരു കുട്ടി പ്രാകൃതമായ ചേലാകർമ്മത്തിലൂടെ മരിച്ചു. ആ ഉണ്ടായ സംഭവമാണ്. നിങ്ങൾ എത്ര പേരെ അറിയുന്നത് എനിക്കറിയില്ല, കാരണം പത്രങ്ങൾ കൊടുത്താലേ അറിയുള്ളൂ. ഈ കുട്ടിയെ വീട്ടിൽ വെച്ച് പ്രാകൃതമായി സുന്നത്ത് ചെയ്ത് ബ്ലീഡിംഗ് ഉണ്ടായി. തൊടുപുഴയിലെ ഒരു ആശുപത്രിയിലെ കുട്ടിയെ കൊണ്ടുവന്നു. അധികം കഴിയുന്നതിന് മുമ്പ് കുട്ടി ചോര വാർന്ന് മരിച്ചുപോയി. ഇത് തീർച്ചയായും വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. ഇത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വിവരം കിട്ടിയപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വാർത്ത ടൈപ്പ് ചെയ്ത് എല്ലാ പത്രങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചു. ഒരു മനുഷ്യനും കൊടുത്തില്ല. എന്താണിത് കൊടുക്കാൻ ഇവർക്ക് എത്ര പേടി? ഈ പ്രാകൃതമായി ഈ നൂറ്റാണ്ടിൽ ഒരു കുട്ടി ചോര വാർന്ന് മരിച്ചുപോയൊരു കേസിൽ ഇവർക്ക് പരാതി കൊടുക്കാൻ എന്താണ് പണി? ഇവർ വാർത്ത കൊടുക്കാൻ എന്താണ് മടി? ആ സാധനം ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചു, ബാലാവകാശ കമ്മീഷൻ അയച്ചു. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആ കേസ് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ പോയി പരാതി തെളിയിക്കണം എന്നാണ് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വരി പോലും മാതൃഭൂമി കൊടുത്തില്ല, മനോരമ കൊടുത്തില്ല. അതും കൊടുത്തത് ജനൻ TV പോലത്തെ മാധ്യമങ്ങളാണ്. അതേസമയത്ത് കുത്തിയോട്ടം എല്ലാവരും കൊടുക്കും. അപ്പോൾ ഹൈന്ദവ ക്രൈസ്തവ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പേടിയില്ല. മറുഭാഗത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ടീം എവിടെയെങ്കിലും വരുന്നോ ആ സമയത്ത് വരെ മുട്ടിടിക്കും, ഒരു മൂത്രമൊഴിക്കും എന്നതാണ് എങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിലെ മാപ്രകളുടെ തനി ഗുണം. അതായത് ഹൈന്ദവ ആചാരമായിട്ടുള്ള കുത്തിയോട്ടം പോലുള്ള ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെ ഒരു കേസ് വന്നാൽ, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഗതികളുണ്ടല്ലോ, അവിടെയൊക്കെ ചില പരാതികളും മറ്റുമൊക്കെ ചെന്നാൽ ഇവിടുത്തെ മാപ്രകളുടെ ഫ്രണ്ട് പേജിൽ അത് വാർത്തയാണ്. വിഷ്വൽ മീഡിയ ആണെങ്കിൽ അവിടെ അന്ന് അന്ത്യചർച്ചയും കൂടെ ആ വിഷയമായിരിക്കും. എന്നാൽ ഒരു നവജാത ശിശു, കുഞ്ഞാണ്, ജനിച്ചിട്ട് അധിക ദിവസം പോലും ആയില്ല, അതിന് ചേലാകർമ്മം നടത്തി, പിന്നീട് ഇൻഫെക്ഷനായി ആ കുട്ടി മരിച്ചുപോയി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സംഭവം. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു ഒരു സമയത്ത്. ഞാനത് ഒരു പോസ്റ്റായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ സംഭവം അവിടുന്ന് റിമൂവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആലോചിച്ച് നോക്കുക, എവിടം വരെ അവരുടെ കൈകൾ നീണ്ടു കിടക്കുന്നു. അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പോലും പറ്റിയില്ല. എന്നാൽ വിഷ്വൽ മീഡിയയിലുള്ളവർക്ക് വാർത്ത കൊടുക്കാൻ പറ്റും, പക്ഷേ അവർ ചെയ്തില്ല. അവർ ഇത്തരക്കാരുടെ, അതായത് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു എന്ന് മാത്രമല്ല, ഇവർക്ക് ഭയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ ആ വിശ്വാസികളായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക കൂട്ടരെ ഇവർക്ക് പേടിയാണ്. അവരെന്തും ചെയ്തു കളയും എന്നുള്ള പേടി കൊണ്ടും കൊടുത്തില്ല. ഇങ്ങനൊരു സംഭവം നമ്മുടെ ഈ കേരളത്തിലാണ് നടന്നത്. ഒരു കൊച്ചു കുട്ടിയാണെന്ന് ഓർക്കണം. നിങ്ങൾ ഓർക്കുന്നില്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ ഒരു കുട്ടി വളരെ മൃഗീയമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അന്നിവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് എന്തൊക്കെ കോലാഹലമായിരുന്നു ഇവർ നടത്തിയെന്ന് ഓർമ്മയില്ലേ? ഇതും ഒരു കുഞ്ഞല്ലേ. ആ കുഞ്ഞിൻ്റെ കാരണം കൊണ്ടല്ല അതിൻ്റെ ജീവൻ പോയത്. മാതാപിതാക്കളുടെ ഇതുപോലുള്ള വിശ്വാസം കൊണ്ടാണ് അതിൻ്റെ ജീവൻ പോയത്. ശരി, അത് കേസായി, അത് ഒരു വഴിക്ക് അതിൻ്റെ നടക്കുന്നുണ്ട്. അത് യഥാർത്ഥം എന്താണ് എന്ന് ജനങ്ങളോടൊന്ന് പറയുമെങ്കിലും വേണ്ട. ഇവിടുത്തെ മാപ്രകൾ പറഞ്ഞില്ല, അവരത് മുക്കി. അവർക്ക് പക്ഷേ ഈ കുത്തിയോട്ടം പോലുള്ള, അല്ലെങ്കിൽ ഈ കാവടി എടുക്കുമ്പം ശൂലം കുത്തുന്ന ചില ആചാരമുണ്ടല്ലോ ഹിന്ദുക്കൾ, അതുപോലുള്ളതിനൊക്കെ പരാതി വരികയാണെങ്കിൽ അവർ അത് ചർച്ച വരെ ചെയ്യും. എന്നാൽ ജീവൻ പോയ കേസിന് അവർ മിണ്ടില്ല. ഇതിപ്പോൾ ഒരു സമയത്ത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആർക്കൊക്കെ വേണ്ടി വാർത്തകൾ മുക്കി അങ്ങനെ കുറേ കാലം മാധ്യമപ്രവർത്തനം നടത്തി ഒടുവിൽ സഹികെട്ടിട്ട് ഇത് തുറന്നു പറയുന്ന മാധ്യമപ്രവർത്തനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇദ്ദേഹം പറഞ്ഞ വേറൊരു വിഷയം ഇതിനു മുമ്പ് ഞാൻ എടുത്തിരുന്നു. എന്തായാലും നല്ല കാര്യമാണ്. ഇത് ആദ്യത്തെ ആളൊന്നുമല്ല കേട്ടോ. വേറൊരാൾ കുറച്ച് നാൾ മുമ്പ് ഈ ഇസ്ലാമിസ്റ്റുകളുടെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്, അവർ പല മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും നിയന്ത്രിക്കുന്നുണ്ടെന്നും അവർ പറയുന്ന രീതിയിലാണ് വാർത്ത കൊടുക്കുന്നതൊക്കെ തുറന്നടിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ സത്യം പറയാൻ ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നത് നല്ല കാര്യമാണ്. ഇനിയും ഭാവിയിൽ കൂടുതൽ ആളുകൾ വരും. എന്തായാലും നമ്മുടെ മാപ്രകളുടെ ആ മുഖംമൂടി പുള്ളി വലിച്ചു കീറിയിട്ടുണ്ട്. ഇതൊക്കെ എത്രയോ കാലമായിട്ട് എന്നെപ്പോലുള്ളവർ പറയുന്നതാണ്. പക്ഷേ അതിലും കൂടുതൽ അതിൽ പ്രവർത്തിച്ചത്, അതായത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇരുന്നു കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടവർ പറയുമ്പോൾ കുറേ കൂടി ആളുകളിലേക്ക് അത് സംഗതി എത്തും. ഇതാണ് നമ്മുടെ ഈ കേരളത്തിൽ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇവിടെ ചില കൂട്ടർക്കെതിരെയുള്ള നിസ്സാരപ്പെട്ട വാർത്ത വരെ അവർ പർവ്വതീകരിക്കും. ചില കൂട്ടർക്കെതിരെയാണ് വരുന്നതെങ്കിൽ, അവരുടെ മതവിശ്വാസത്തിനെതിരെയാണ് വരുന്നതെങ്കിൽ, അത് ജീവൻ പോയ കേസാണെങ്കിൽ കൂടി, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ പോയ കേസാണെങ്കിൽ കൂടി അവർ വളരെ വിദഗ്ധമായിട്ട് അത് പൊതിഞ്ഞു പിടിക്കും. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്.